അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു മറുപടി അല്ല പ്രതീക്ഷിച്ചത്. സോ വിജയേട്ടനോട് കഥ പറഞ്ഞു. കഥ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ഓരോ കഥാപാത്രത്തിന്റെ പേര് ഉൾപ്പെടെയാണ് വിജയേട്ടൻ തിരിച്ചു ചോദിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും അതെനിക്ക് വിജയേട്ടനെ ആ ഒരു വിജയേട്ടനെ എനിക്ക് അറിയില്ല. വിജയേട്ടനെ മുൻപ് പരിചയപ്പെട്ടിട്ടില്ല സിനിമ ചെയ്യുന്നവരെ. വിജയേട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഈ ഇരിക്കുന്ന ആർക്കറിയുന്നതിനേക്കാളും വളരെ ഷ്രൂഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജിസേട്ടാ, നോർമലി ഒരു ത്രില്ലർ പടം എന്ന് പറയുമ്പോൾ ഓരോ 10 മിനിറ്റിലും വെച്ച് ടിസ്റ്റ് കൊടുത്ത് പ്രേക്ഷകനെ അടുത്തത് എന്തെന്ന് ഉണ്ടാക്കുന്ന ഒരു ക്യൂരിയോസിറ്റി എലിമെന്റ് ഉണ്ടല്ലോ. ഇപ്പൊ തലമേലായാലും ശരി അങ്ങനെ ഒരു എലിമെന്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. രണ്ടുപേര് ആസിഫായാലും വിജയനും ഒരു കോമ്പോ ഈഗോ ഭാഷ നമ്മൾ ഒരുപാട് സിനിമകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് സർപ്രൈസ് അല്ല, അതാ പറഞ്ഞത്. നേരത്തെ വിജയൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഈഗോ ക്ലാഷിന്റെ കഥയല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാരണം എനിക്കൊരു ട്രെയിലർ കണ്ടപ്പോഴും പോസ്റ്റർ കണ്ടപ്പോഴും ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നത് ഇതൊരു ഈഗോ ക്ലാഷിന്റെ കഥയാണെന്നുള്ളതാണ്. പക്ഷെ ഈഗോ ക്ലാഷിന്റെ കഥയല്ല. ഒരിക്കലും ഒരു അയ്യപ്പനും കോശിയോ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സിനിമ കാണരുത്.